ഹലോ ഓൾ, അൺമ്യൂട്ടഡ് ലൈഫിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. UK എന്നുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ അൺമ്യൂട്ടഡ് ലൈഫ് എന്ന ഈ പോഡ്കാസ്റ്റിന് പേരിടാൻ തന്നെ ഒരു കാരണമുണ്ട്. UK ലൈഫ് എന്ന് കേൾക്കുമ്പം നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് UK ലൈഫിനെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് UK വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ UK ജീവിക്കുന്ന കുറച്ച് മലയാളികൾ എത്തിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും അൺമ്യൂട്ടഡ് ലൈഫ്. ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ തന്നെയുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നു, എല്ലാവരും ഒരുപാട് സ്ട്രെസ് എടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ്ഡ് ആണ്. അപ്പം ഞങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഒരുപാട് പോഡ്കാസ്റ്റുകളുടെ കാലമാണിത്, ഒത്തിരി പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട്. ആ പോഡ്കാസ്റ്റുകളിൽ നിന്ന് എന്താ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ലൈഫ് അൺമ്യൂട്ടഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പലരുടെ ലൈഫിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, ഇപ്പോൾ വരുന്ന പല പോഡ്കാസ്റ്റുകളും ഒരു ഇൻ്റർവ്യൂ രീതിയിലേക്ക് മാറാറുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരാൾ ആൻസർ പറയുന്നു എന്ന രീതിയിലേക്കാൾ ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് നടത്തുന്ന ആളുടെ ഒരു ഇൻപുട്ടോ പലപ്പോഴും വരാറില്ല. എനിക്കിഷ്ടമുള്ളൊരു പോഡ്കാസ്റ്റാണ് നിഖിൽ കമ്മത്തിൻ്റെ WTF എന്ന് പറയുന്നത്. അതിനകത്ത് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, പുള്ളി ആ ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവുന്ന രീതിയുണ്ട്, പുള്ളി ഗസ്റ്റ് അവിടെ വരുന്ന ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന, അവരുടെ അടുത്ത് നിന്ന് വരുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയുണ്ട്. അപ്പം ആ രീതിയിൽ UK ലൈഫിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി UK പല സ്റ്റേജസിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ കേരളത്തിൽ തന്നെ പല ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള പല സ്റ്റേജിലുള്ള ആൾക്കാരുടെ പല ലൈഫുകളെ കുറിച്ച് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അൺമ്യൂട്ടഡ് ലൈഫ് എന്നുള്ള പോഡ്കാസ്റ്റിൻ്റെ ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ. ഈ പേരൊക്കെ ഒരു രാത്രി ഒരു 12 മണിക്കൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു, അൺമ്യൂട്ടഡ് എന്നുള്ള രീതിയിൽ പോകാമെന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു ഐഡിയ വന്നത്. എന്താ നിങ്ങൾക്കുള്ള അഭിപ്രായം? ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ചായ കുടിച്ചിരിക്കുമ്പോൾ നമ്മൾ പല ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യും. തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ രണ്ടിനും കൂടെ അതിപ്പോഴും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ പറഞ്ഞു ഇതേപോലെ ഇവനിങ്ങനെ ഒരു പരിപാടി തുടങ്ങണം, പോഡ്കാസ്റ്റ് കുറേ പേര് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നിരിക്കാം. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നോട് വലുതായിട്ടൊന്നും അവിടെ ഒന്നും ചെയ്യേണ്ട, ചായ കുടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ വർത്താനം പറഞ്ഞു അതേപോലെ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തും പറയും, പലതും പറയും, പക്ഷെ ഒന്നും കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതാണ് അവൻ ഇട്ടേക്കണേ. എന്താണ് നമ്മുടെ പേര്? അൺമ്യൂട്ടഡ് ആയിട്ടുള്ള. ഞാൻ ഈ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത ആളാണ്. അപ്പം ഞാൻ വന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, കൂടുമെന്ന് ചോദിച്ചു. ഓക്കെ, കൂടിയേക്കാൻ നിർത്തും. ഞാനിപ്പോൾ ഇരിക്കണത് ഞങ്ങളുടെ ആനന്ദ്ജിയാണ്. പേര് പറയാൻ വിട്ടുപോയി. എൻ്റെ പേര് നവീൻ എന്നാണ്. ാണ് എൻ്റെ പേര് ആനന്ദ്. ഇവിടെ ഞങ്ങളുടെ വുമൺ എംപവർമെന്റ് ആൻഡ്രോസ് ഇരിക്കുന്നു. ആൻഡ്രോസിനെ പിടിച്ച് കെട്ടിയിരുന്നേക്കുന്നതാണെന്നൊക്കെ തോന്നുമെങ്കിലും ആൻഡ്രോസ് സംസാരിക്കാൻ തുടങ്ങിയ പുള്ളിയാണ്. ഇല്ല കേട്ടോ, ഞാൻ തീരെ സംസാരിക്കില്ല. ഞാൻ അവസാനം വരെ മിണ്ടത്തുണ്ടാവില്ല. മിണ്ടാതിരിക്കണേ. മറ്റേ ശകരം കിട്ടാതിരിക്കാൻ വേണ്ടി ഇരിക്കുന്നൊന്നുമല്ല കേട്ടോ. ആൻഡ്രോ നന്നായിട്ട് സംസാരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ ആൻഡ്രോ ആണ്. ഇപ്പം നമ്മളൊക്കെ സ്റ്റോറിക്ക് ഇടുമ്പോൾ ഒരു പെങ്കൊച്ചിന്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറെ വ്യൂസ് കിട്ടും. അതിനുവേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. ഇതൊക്കെ വൈറലാവും, ഇതൊക്കെ പണി കിട്ടും. എന്റെ പൊന്ന്, ആൻഡ്രോന്റെ അമ്മ അവിടെ നിന്ന് വരും. പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്ന, പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ ചായയുടെ പുറത്തുള്ള കോൺവെർസേഷൻസ് ഒത്തിരിയാണ്. ഞാൻ UK വന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു സമയം വരെ, ഇപ്പോഴാണ് ഇവിടെ നമുക്കൊരു മലയാളി ഹോട്ടൽ വന്നത്. അതിന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചായ കുടിക്കാൻ പോകാനൊരു സ്പേസ് ഇല്ല. നമുക്കിവിടെ പബ്സാണ് കൂടുതലുള്ളത്. UK വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഒത്തിരി ഇരുന്നുണ്ടെങ്കിലും ചുരുക്കം ഫ്രണ്ട്സാണ്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പും സോഷ്യൽ ലൈഫും ഉണ്ടായിരുന്നിടത്ത് ഞാൻ ഇവിടെ വന്ന് ഭയങ്കരമായി റെസ്ട്രിക്റ്റഡ് ആയി. എനിക്കൊരു പുറത്തേക്ക് പോകാനൊരു സ്പേസ് ഇല്ല. ലൈക്ക് വെറുതെ സിറ്റി സെൻറ്ററിൽ പോയി നടക്കുന്നതിനേക്കാളും എനിക്ക് എപ്പോഴും ഒരു കോൺവെർസേഷനും ഒരു കോഫിയൊക്കെ ഇഷ്ടം. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഈ പോഡ്കാസ്റ്റ് തന്നെ വന്നത്. എനിക്ക് പല ബിസിനസ് ഐഡിയകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചായയുടെ പുറത്ത് വരുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്പേസും ഇല്ല. കാരണം സ്റ്റാർബക്സ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ചായക്കട ഫീൽ അല്ലെങ്കിൽ പോയി ഫ്രണ്ട്സിനോട് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഇടം ഇല്ല. ഇപ്പോൾ വന്നു തുടങ്ങി, ഒരുപാട് കടകൾ വന്നു തുടങ്ങി. എന്നാലും ഞാൻ ഒത്തിരി മിസ് ചെയ്തുകൊണ്ടിരുന്ന സ്പേസാണ്. അങ്ങനെ UK വരുമ്പം സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ മിസ് ചെയ്യുന്ന അതെന്നെ ലൈക്ക് പറയുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും എനിക്ക് വൈകുന്നേരം ഫ്രണ്ട്സിനോട് പോയി ചായ കുടിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് എന്നെ മെൻ്റലി ഒത്തിരി എഫക്ട് ചെയ്തു. എനിക്കൊന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ കിട്ടിയില്ല എന്നുള്ള ആദ്യം വന്ന സമയത്ത് ഫ്രണ്ട്സേ ഇല്ലായിരുന്നു. അതെന്നെ ഒത്തിരി എഫക്ട് ചെയ്തായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അവനോട്. അപ്പം എല്ലാവരുടെയും കേസ് അതൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചായ കുടിക്കാൻ മാത്രമല്ല, ഇപ്പോൾ നാട്ടിലാണ് നമ്മൾ ചുമ്മാ ഇരിക്കും, നമ്മൾ പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ടൂർ പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കൈ കിട്ടുന്ന ഡ്രസ്സൊക്കെ ചാരി എടുത്ത് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പോകാനായിട്ട്. ഇവിടെ എനിക്കൊന്ന് അങ്ങനെ സ്ഥലങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ അത് പ്ലാനായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഉള്ള റൂംസൊക്കെ എടുത്ത് അതുപോലെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ പോകാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഒപ്പം 2 ഫ്രണ്ട്സായിട്ടാണ് വന്നത്. അപ്പോൾ എവിടെ പോകാനും എല്ലാത്തിനും അവരുണ്ടാവും. ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് UK വന്നിട്ട് പരിചയപ്പെടുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പിലാണ്. ഇവര് എല്ലാ വീക്കെൻഡ് ഇവര് സ്റ്റുഡൻ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റണില്ല. ഇപ്പോൾ ഞങ്ങൾ വർക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടണില്ല. സ്റ്റുഡൻ്റ് ആയിരുന്ന ടൈമിൽ ഞങ്ങൾ ഇഷ്ടം പോലെ കുറേ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ കുറേ ടൈം കിട്ടും. നമുക്ക് ആകെ 20 hours പണിയെടുക്കാൻ പറ്റുള്ളൂ. 2 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ, അതിലൊരു ദിവസം ഓൺലൈൻ ആയിരിക്കും.
അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നല്ലപോലെ. ഞാൻ നിന്നിരുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കുറവായിരുന്നു. രാവിലെ ഒരു 10 മണിക്ക് ബസ് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ആവും. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മിഡിൽസ്ബ്രോയും കൊള്ളാം കേട്ടോ, കാരണം ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. മിഡിൽസ്ബ്രോയിൽ ഒരു വീട് ഭയങ്കര ചീപ്പാണ്, ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇവിടെ ഒരു റൂം റെന്റ് കൊടുക്കണതിന് അവിടെ ഒരു വീടൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഓക്സ്ഫോർഡ് ലൈഫ് കിട്ടില്ല. ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ പണ്ടേ പൊളിയാണ്. പിന്നെ അവിടെ അത് ഓക്സ്ഫോർഡ് ഉള്ളവർക്ക് മാത്രം തോന്നുന്നതാണ്. ഓക്സ്ഫോർഡ് ഞാൻ നോർത്താംപ്ടൺ ആയിരുന്നേ. എനിക്ക് ഇപ്പോഴും അത് തന്നെയാണ് ഫേവറേറ്റ്. എന്തുകൊണ്ട് ലൈക്ക് രണ്ടിടത്ത് ജീവിച്ചെന്നുള്ളതിൽ ഓക്സ്ഫോർഡ് നോർത്താംപ്ടൺ തമ്മിലുള്ള ഓക്സ്ഫോർഡ് നോർത്താംപ്ടൺ പോട്ടെ, ലൈക്ക് UK 2 സ്ഥലത്ത് ജീവിച്ച ഒരാൾക്ക് എനിക്ക് തോന്നണം അവൻ നോർത്താംപ്ടൺ നിന്നപ്പോൾ ആകെ 2 വീട്ടിൽ നിന്നുള്ളൂ. പക്ഷെ ഓക്സ്ഫോർഡ് 6 മാസമായിട്ട് ഒരു 5 വീട് മാറിയിട്ടുണ്ട്. കംഫർട്ടബിൾ ആവുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഫസ്റ്റ് വന്ന സ്ഥലം നോർത്താംപ്ടൺ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഗ്യാവനാണെങ്കിലും ഫസ്റ്റ് വന്ന ഓക്സ്ഫോർഡ് ആണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് തന്നെയാണ്. അപ്പോൾ അവനോട് കംഫർട്ടബിൾ ആയി. ഇപ്പോൾ ഞാനും അതുപോലെ നോർത്താംപ്ടൺ കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് ഇപ്പോൾ ആൻഡ്രോസ് പറഞ്ഞ പോലെ റെൻറ്റ്, ഫ്രണ്ട്സ്, എല്ലാ കാര്യങ്ങളും, ലിവിങ് എക്സ്പെൻസ് എല്ലാം ഞങ്ങളെ പോലത്തെ ഫ്രണ്ട്സ് കിട്ടിയില്ല. കമ്പയർ ടു ഓക്സ്ഫോർഡ് നോർത്താംപ്ടൺ വളരെ ചീപ്പായിരുന്നു. ഞാൻ കൊടുക്കുന്ന റെന്റിന്റെ പാതിയുടെ പാതിയോട് ഞാൻ അവിടെ കൊടുത്തിരുന്നില്ല. അത് UK പല ഏരിയയിലും എനിക്ക് തോന്നുന്നു UK പല ഏരിയയിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ലണ്ടനിലൊക്കെ പോയാൽ ഭയങ്കര NHSലൊക്കെ ആണെങ്കിൽ തന്നെ ലണ്ടനിൽ തന്നെ സ്പെഷ്യൽ പേ ആണ്, ലൈക്ക് എസ്കലേറ്റർ റേറ്റ് കണ്ടാണ് ലണ്ടൻ ഭാഗത്ത്. അതെനിക്ക് UK ഒത്തിരി. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ എനിക്കൊക്കെ പ്രശ്നം വെച്ചാൽ ഓക്സ്ഫോർഡ് വന്ന് ഇവിടെ കംഫർട്ടബിൾ. ഇനി ഒരു പുതിയ ഏരിയയിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര മടി. ലൈക്ക് നമ്മൾ ഒരു രസത്തിൽ ലൈക്ക് ശരിയായിരിക്കും ഭൂരിഭാഗം മലയാളി എവിടെ വേണമെങ്കിലും ജീവിക്കും എന്നൊക്കെ പറയും. ഇപ്പം എന്നെ കൊണ്ട് വേറെ എടുത്തിട്ടാൽ ഞാൻ ജീവിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നിന്ന് ഇനി പറിച്ചെടുത്ത് വേറെ അടുത്ത് പോകാനുള്ള കഷ്ടപ്പാടുകൾ കൊണ്ട് ഇങ്ങനെ എക്സ്പെൻസീവായ ഏരിയകളിൽ ജീവിച്ചു പോകുന്ന നമുക്ക് ഇവിടെ ഇഷ്ടമായി. ഫ്രണ്ട്സ് ഉണ്ട്, കുറെ പരിചയക്കാരെ കിട്ടി, നമുക്ക് ഇവിടെ നിന്ന് മാറാൻ. ഈ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ പല UK പല ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ പലരും പറഞ്ഞ കാര്യമാണ് UK ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചൂസ് ചെയ്യണം. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലായിടത്തും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ആരെയും വിശ്വസിക്കരുത്, UK ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ ഓണസ്റ്റ്ലി എനിക്ക് ഫ്രണ്ട്സിലാണ് എന്നോട് സർവൈവ് ചെയ്ത് പോകുന്നത്. ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ആൾ പോലും അല്ല. ഞാനിവിടെ ഡയറക്റ്റ് വന്ന് എനിക്ക് വർക്കായിരുന്നു, വർക്ക് അന്വേഷിച്ച് കുറേ നാൾ കഷ്ടപ്പെട്ടു. PR ഉണ്ടായിരുന്നു, വർക്ക് അന്വേഷിച്ച് വർക്കിന് കയറി ലക്കിലി വർക്കിന് കയറിയെടുത്ത ഇവർ മലയാളികളുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയത്. ആ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് എൻ്റെ ഇപ്പോഴും ഫ്രണ്ട്സ്. എനിക്ക് അവിടെ നിന്ന് ലൈക്ക് മേ ബി ഐ വാസ് ലക്കി, എനിക്ക് അവിടെ നിന്ന് മോശം വന്നില്ല. പക്ഷേ ഈ വിശ്വസിക്കുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എത്ര ലൈക്ക് എവിടെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് റൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉള്ളതുകൊണ്ടാണ്. എനിക്കൊരിക്കലും തന്നെ ഒരു കാര്യം ചെയ്യാൻ അത് എൻ്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ. പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് UK വന്നത്. ഞാനിവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, എപ്പോഴും വീട്ടിൽ തന്നെ, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, നാട്ടിൽ വെച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒപ്പം 2 ഫ്രണ്ട്സ് ഉണ്ടായി. അതുകൊണ്ട് അവരുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സർവൈവ് ചെയ്ത് ഇത്രയൊക്കെ എത്തിയത്. പിന്നെ ബാക്കി കുറേ പേരെ കിട്ടി, കുറേ പേരെ പരിചയപ്പെട്ടു, കുറേ പേര് കണ്ടുമുട്ടി അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. കാരണം കുറേ പേരൊന്നും ഇല്ല ഇപ്പോൾ, ഓരോ സ്ഥലത്തേക്ക് വിസ അതൊക്കെ നോക്കി എല്ലാവരും പോയി. പക്ഷേ ഇപ്പോഴും കുറേ പേരൊക്കെ ഉണ്ട്. എനിക്ക് UK ഫ്രണ്ട്സ്, നാട്ടിലെ ഫ്രണ്ട്സ് അങ്ങനെ ഡിഫറൻസ് ഒന്നും എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ്. അവരുടെ മൈൻഡും എല്ലാം ഒരുപോലെ തന്നെയാണ്. നല്ലവരും കാണും, മോശമായിട്ടുള്ളവരും കാണും. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. നാട്ടിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ടാവും. ഫ്രണ്ട്സിൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലണോ, കാണുന്നു, ഇപ്പോൾ കോളേജിൽ വെച്ച് കാണണോ, അല്ലെങ്കിൽ വൈകിട്ട് ചായ കുടിക്കാൻ പോകണം, അത് വേറൊരു വൈബാണ്. പക്ഷെ നമ്മൾ ആ നാട്ടിലെ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ടോട്ടലി വേറൊരു വീട്ടിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര അതിന് ഷെയർ ചെയ്യാൻ പലർക്കും. ഞാൻ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ ഫ്രണ്ട്സ് ആരും കൂടെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കാരണമാണ് ഞാൻ എത്തിയത്. അപ്പോൾ അതിന് ഫ്രണ്ട്സ് ഒരു റീസൺ ആണെന്ന് പറയാം. ബട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഓഫ് കിന്ന് വെക്കണം. നമുക്കിവിടെ ആരുമില്ല, അതിനൊരു ഫ്രണ്ട് ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ കണ്ടെത്തി. എനിക്ക് തോന്നി ഇയാൾ അങ്ങനെയാണല്ലോ. എനിക്കറിയില്ലായിരുന്നു കാര്യം. എനിക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ GP അപ്പോയിൻമെന്റ് എടുക്കാം, അല്ലെങ്കിൽ GP രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെയാണ് വിളിക്കാൻ പോവുക. അപ്പോൾ അതിന് നമ്മളെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ചിലപ്പോൾ ആദ്യം കാണാം നമ്മുടെ റൂംമേറ്റ് അല്ല ഹൗസ് മേറ്റ്, വലിയ പരിചയമൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു വീക്ക് 2 വീക്കിന് പരിചയം കാണത്തുള്ളൂ. അവരായിരിക്കും നമ്മൾ വെക്കുക. പിന്നെ നമ്മൾ അവരുമായിട്ട് എങ്ങനെ സിങ്കായി പോകുന്നു, അല്ലെങ്കിൽ വേറെ ആളെ കിട്ടി അവർ ഇതിനേക്കാളും ബെറ്റർ ആണെന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഉണ്ടാകുന്നത്. അല്ല അങ്ങനെയല്ല പറഞ്ഞേ, ഓരോരുത്തരും ഓരോ മരം നമുക്ക് സിങ്ക് ആവേണ്ട ഓരോരുത്തരുമായിട്ട്. ആ രീതിയിലാണ് പറയുന്നത്. ആൻഡ്രൂവിന് അപ്പോൾ 2 ഏരിയ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, ലൈക്ക് മിഡിൽസ്ബ്രോ പിന്നെ ഇപ്പോൾ ഓക്സ്ഫോർഡ് വന്നു, അവിടെ 2 ഏരിയ. എനിക്ക് കുറച്ചുകൂടെ കമ്പനിക്കാരുണ്ടായിരുന്നത് മിഡിൽസ്ബ്രോയിലായിരുന്നു. അങ്ങനെയല്ല, സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ ആ ടൈമിൽ. അവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്ന് വെച്ചാൽ കുറച്ച് ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാവരും ഫാമിലി ആയിട്ടുള്ളവരാ. ഞാനാണ് സിംഗിൾ ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിക്കാതെ ബാക്കി എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. എൻ്റെ പ്രായത്തിലുള്ള ആരും ഇല്ല.
അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഹോസ്റ്റലിൽ കിട്ടിയ ലൈഫല്ല ഇവിടെ വന്ന് നമ്മൾ വീടെടുത്ത് നിൽക്കുമ്പോൾ ഉള്ളത്. ഹോസ്റ്റലിലുള്ളപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പം എന്താ വെച്ചാൽ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട് അവര്. അല്ല അവിടെ നമ്മൾ നമ്മൾ ജോലിക്ക് പോണില്ല. അതെനിക്കത് നല്ല ലൈക്ക് നമ്മള് ഹോസ്റ്റൽ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ പോകുന്ന ഫുഡ് നമ്മളിവിടെ പണിക്ക് വേണം വന്ന് ഫുഡ് ഉണ്ടാകും. ഇപ്പൊ ഈവൻ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ മാസത്തെ ഫീസ് അല്ലെങ്കിൽ സാലറി വരുമ്പോൾ മന്ത് റെന്റ് ഇതെല്ലാം കോളേജിൽ നമുക്ക് അപ്പനെ എടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സ്ട്രെസ് വരുമ്പോൾ വീട്ടിലുള്ളവരെ വീട്ടിൽ കൂടെ താമസിക്കുന്നവരത് ഫേസ് ചെയ്തിട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. അതൊരു വ്യത്യാസമില്ലേ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഞാൻ രണ്ടുപേരുടെ ഒപ്പമാണ് വന്നത്. അപ്പോൾ അവർ നല്ല കമ്പനി ആയിരുന്നു. എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ആയിരുന്നു. ഞാൻ എപ്പോഴും ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് പുള്ളി വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിക്കണേ. അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ട്രാൻസ്പോർട്ടില്ല, ഭയങ്കര ഇരുട്ട്, ആളും ഇല്ലാത്ത വഴിയായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വരാറുണ്ടായിരുന്നു മിക്കപ്പോഴും ദിവസം. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് കിടക്കുക ഒക്കെ. ആ സ്റ്റുഡൻ്റ് ആയിരുന്ന പീരീഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റുഡൻ്റ് ആയിരുന്ന ടൈമിലും ഞാനിങ്ങനെ 5 days 6 days 7 days ഒക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ വന്ന ടൈമിൽ ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായി. ഒരിടത്ത് കയറിയപ്പം അവിടെ ഞാൻ ഓൾമോസ്റ്റ് 4 months വർക്ക് ചെയ്തു. അവിടുന്ന് പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ല ലീഗലല്ല, അതുകൊണ്ട് എനിക്കൊന്നും ഫയൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ 7 days വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അവർ പറഞ്ഞു, അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റില്ല, നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല, കാരണം നീ സ്റ്റുഡൻ്റ് ആണ്, അത് കൂടുതൽ നീ വർക്ക് ചെയ്യുകയും ചെയ്തു. ആ വന്ന ടൈം ആയതുകൊണ്ട് അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വീട്ടിലെ ചേട്ടനും സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്യണേ. ഞങ്ങൾക്ക് 2 പേർക്ക് സാലറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ടൈം കടന്നു പോയിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നീട് ജോബ് കിട്ടിയപ്പം ഞാൻ 2 places അങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും സ്റ്റഡീസും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ കോളേജിൽ പോകാനോ ടാപ്പ് ചെയ്യാനോ അസൈൻമെൻറ്റ് ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം പറ്റിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഞാൻ വന്നപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് വരും നാട്ടിൽ നിന്ന് തന്നെ പറ്റിക്കപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഒരു ചങ്ങായി റൂം എടുത്ത് തന്നത്. ചങ്ങായി പറഞ്ഞു റൂമിന് റെൻറ്റ് ഇത്രയാണെന്ന് പറഞ്ഞാൽ ഒരു കാശും കൂടി മേടിച്ചു. ഇവിടെ വന്നപ്പോൾ ഹൗസ് ഓണറെ കണ്ടപ്പം അത്ര റെൻ്റൊന്നും ഇല്ല, പുള്ളിക്കാരിക്ക് കൊടുത്ത് ഇത്രയാണ്, പുള്ളിക്കാരിക്ക് ഡെപ്പോസിറ്റ് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇതെല്ലാം നാട്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇതേപോലെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇതിൽ മെയിൻ കോമ്പറ്റന്റ് പറ്റിക്കുന്ന ആൾക്കാർ മലയാളികളായിരിക്കും. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ ഒരു കസിൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരി നാട്ടിൽ വെച്ച് തന്നെ ഇവിടെ UK വീടൊക്കെ നോക്കി പുള്ളിക്കാരി ഓൺലൈൻ നോക്കി ഒരു റൂം കണ്ടുപിടിച്ചു. ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസൊക്കെ. ഇപ്പോൾ ഇവിടെ റിലേറ്റീവ്സ് ഉണ്ട്, ദൂരെയാണ്, പഠിക്കുന്ന വേറെ സ്ഥലത്തായതുകൊണ്ട് റിലേറ്റീവ്സ് പോയി നോക്കിയൊന്നുമില്ല. അപ്പം റിലേറ്റീവ്സ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് 2-3 hours ജേർണി ഉണ്ട്. ഫോട്ടോ അയച്ചു കൊടുത്ത അടിപൊളി, അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ്, ഭയങ്കര ഹാപ്പി. അപ്പോൾ റിലേറ്റീവ് പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം എന്നും പറഞ്ഞ് ആ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻ്റായിട്ട് വന്ന ചേച്ചിനെയും കൂട്ടിക്കൊണ്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള റൂമിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. ഷോക്ക് എന്ന് വെച്ചാൽ അവിടെ പെൺപിള്ളേർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീട്, അത്രയും മോശമായ രീതിയിലുള്ള ക്ലീൻ ആവാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ബാത്റൂം ഫെസിലിറ്റി ഭയങ്കര മോശമായി കിടക്കുന്ന വീട്. പക്ഷേ റെൻറ്റ് ഭയങ്കര ഹൈ ആയിട്ടും. പിന്നെ അവരവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി അവസാനം പൈസയൊക്കെ തിരിച്ചു വാങ്ങിച്ച് വേറെ വീട് നോക്കേണ്ടി വന്നു. ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഒത്തിരി ഞാൻ നേരത്തെ അവിടെ നിന്ന് നോക്കി എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു, അവരായിരുന്നു വീടൊക്കെ എടുത്ത് വെച്ചേച്ചു. അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കുമ്പോൾ ഓർക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ഇപ്പം നമ്മളൊക്കെ ഇപ്പം എൻ്റെ വർക്ക് ഫ്രം ഹോം, സോ പ്രാക്ടിക്കലി എനിക്ക് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ പോലും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പം എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തോന്നും. നമ്മൾ 4 പേരും കല്യാണം ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രസമല്ല. ഞാൻ താമസിക്കുന്ന അങ്ങനെയല്ല, ഞാൻ ഫ്രണ്ട്സിനോട് അല്ല താമസിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ എനിക്ക് വീട്ടിലേക്ക് അത് ശരിയാ, ഞാൻ ഫുൾ ടൈം വീഡിയോയാണ്. അത് UK ഇത് നമ്മുടെ കേസ് അത് ഓക്കെ. പക്ഷെ എല്ലാവരുടെയും കേസ് ആലോചിക്കുമ്പോൾ UK മൊത്തത്തിലുള്ള ആൾക്കാർ കേസ് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല കാരണം എന്താണെന്നറിയോ, ഇപ്പം ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മ വിളിച്ച് ചോദിക്കും
ഇവിടെ നിന്നായാലും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കും നീ എവിടെ എന്താ വരാത്തേന്ന് ചോദിച്ചു. നല്ല തന്നെയല്ല ഒരു ഫീൽ കിട്ടാൻ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ആരും വേണ്ട ഇവിടെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും കൂടെ ഉള്ളത് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ലേറ്റ് ആയി നമ്മളിപ്പോ കാണുന്നില്ല. പക്ഷെ എവിടെ എല്ലാവരും ഉണ്ടായാലും ഒരു ടൈം ഉണ്ട്, ഒരു പോയിന്റ് ഒറ്റപ്പെടണ പോലെ തോന്നണേ. അത് ഈ വർക്കും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായാലും ഒരു പോയിന്റിൽ ഒറ്റയ്ക്കാണ് വീട്ടുകാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലൈഫിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ചിലപ്പോൾ പോകുന്നവരുണ്ടാവും. ശരിയാ. എനിക്ക് തോന്നുന്നത് അത് എസ്പെഷ്യലി നടക്കുന്ന അത് ഈ പറഞ്ഞ പോലെ ഞാൻ പേര് ഞാൻ പറഞ്ഞു മറ്റേ ക്യാൻഡിൽ അപർണയുടെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഈ വിന്റർ ടൈമിൽ ആൾക്കാർ ഭയങ്കരമായി ഡിപ്രസ്ഡ് ആവും. ലൈക്ക് സൂര്യൻ്റെ സൺലൈറ്റ് എനിക്കത് ഭയങ്കര അതന്നെ നമ്മളെപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പണിക്ക് പോകുമ്പോൾ ഒരു ഇട്ട് വരുമ്പോൾ ഒരു ഇട്ട് ആ ഒരു രീതിയിലേക്ക് അത് ഭയങ്കരമായിട്ട് എൻ്റെ മെല്ലത്തിനൊക്കെ വാശം. കാരണം എനിക്ക് പണ്ടോട്ടെ ഇരുട്ട് എനിക്ക് പേടിയായിരുന്നു. പിന്നെ അത് ഇഷ്ടക്കുറവായി. ഇപ്പോഴും ഇരുട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വെട്ടമുള്ളതാണ് എപ്പോഴും ഇഷ്ടം. അത് എന്നെ ഭയങ്കരമായിട്ട് വിന്റർ ടൈമിൽ ഞാൻ ഭയങ്കര ഫിസിക്കലി മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ വല്ല അങ്ങനത്തെ എനിക്ക് വിന്റർ ടൈമിൽ പനി വന്നപ്പോ ആരും നോക്കാണ്ടായില്ല. വീട്ടിലാണെങ്കിൽ മമ്മി നോക്കിയാന് ഒരു ചെറിയ വിഷമമായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി എന്നെ നോക്കണേ. ആ സമയത്ത് ഞാൻ കഞ്ഞി ചോദിച്ചു. കഞ്ഞി പഞ്ചസാര ഇട്ടിട്ട് ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലൈക്ക് ഞാൻ അമ്മയോട് നിൽക്കുന്നതുകൊണ്ട് അമ്മ ലൈക്ക് ഞാൻ ഇത് ശരിക്കും ഞാൻ ഫേസ് ചെയ്ത ലൈക്ക് എപ്പോഴും മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ UK വന്നിട്ട് കഴിഞ്ഞ 3 നാൾ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 3 ദിവസം അനങ്ങാൻ പറ്റാണ്ട് കിടന്നു. പനി പിടിച്ച് അനങ്ങാൻ പറ്റാണ്ട് കിടന്നപ്പോൾ അമ്മ കൃത്യമായിട്ട് 3 നേരം എനിക്ക് ഭക്ഷണം കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഇവന്മാരുടെ കാര്യം ഓർത്തു. ലൈക്ക് വയ്യാണ്ട് കിടന്ന് പോയി കഴിഞ്ഞാൽ ലൈക്ക് ഒന്ന് എല്ലാവരും ഉണ്ടാവും എന്നാലും സ്നേഹം അത് മിസ് ചെയ്യുന്നില്ലേ. ആൻഡ്രൂ 24 മണിക്കൂർ അമ്മയോട് ഫോണില്ല. അപ്പൊ പിന്നെ എങ്ങനെ മിസ് ചെയ്യുന്നത്? പിന്നെ എനിക്ക് വയ്യാണ്ടായപ്പോഴും ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് പനിയാണെങ്കിലും എന്ത് അസുഖം വന്നാലും കിടപ്പായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. അവരുടെ ടൈം അല്ലെങ്കിൽ അവരുടെ ഷിഫ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടി കുക്ക് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കി തരിക, നമ്മുടെ ഇരുന്നവരൊക്കെ ഉണ്ട്. ഈ ഇപ്പം ആൻഡ്രൂൻ്റെ അമ്മയുടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂ എൻ്റെ അടുത്ത് അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് UK വന്നേ പിന്നെ അമ്മയായിട്ട് എത്രയും ക്ലോസ് ആയെന്ന്. ലൈക്ക് നാട്ടിൽ എത്രയും ക്ലോസ് ആയെന്ന്. അത് ഞാൻ അല്ലാണ്ട് വേറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം പപ്പയും ചേട്ടായിട്ടും അല്ലെങ്കിൽ ലൈക്ക് അമ്മ ഇവിടെയാണ് പപ്പയും ചേട്ടായിട്ടാണ് ഞാൻ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് ലൈക്ക് ഇവിടെ വാല്യൂസ് മനസ്സിലായി ഇവിടെ വന്നതിന്. എനിക്ക് അതുകൊണ്ടല്ല, കാരണം എൻ്റെ അനിയനും നാട്ടിൽ നിന്ന് പോയി, ഞാനും നാട്ടിൽ നിന്ന് പോയി. അപ്പനും വീട്ടിലില്ല, അമ്മ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഒരിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് 7 ദിവസവും ഷിഫ്റ്റായിരുന്നു. ആ ടൈമിൽ എനിക്ക് വിളിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. 15 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും കഴിച്ചിട്ട് പോകാനേ ഇത് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നോട് അപ്പം പറഞ്ഞു നീ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മേനെ വിളിച്ച് എന്തായാലും എല്ലാ ദിവസവും സംസാരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും അമ്മയ്ക്ക് എപ്പോഴും അമ്മേനെ വിളിക്കണം. അല്ലെ അമ്മ എപ്പോഴും രാവിലെ ഫസ്റ്റ് മെസ്സേജ് അമ്മേൻ്റെ ആയിരിക്കും. എണീറ്റില്ലേ നമ്മളെ വിളിക്കും. മാറി എപ്പം ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാവരും മാറി വിളിക്കായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഇപ്പം കുറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഞാൻ എണീക്കണം എപ്പോഴാണ്, അപ്പം ഞാൻ വിളിച്ചോളാം, ടെൻഷൻ അടിക്കണ്ട. അപ്പം ഞാൻ രാത്രി ലേറ്റായിട്ടാണ് കിടക്കണമെങ്കിൽ മെസ്സേജ് അയക്കും. ഞാൻ കിടക്കാൻ പോണേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പം അമ്മയ്ക്കൊരു സമാധാനമാണ്. ഇപ്പം ഞാനാണേലും എൻ്റെ അനിയനാണേലും അങ്ങനെയാണ്. ഈ കാര്യത്തിൽ എനിക്ക് നമ്മളൊക്കെ ഭയങ്കര ഞാൻ വീട്ടിൽ അമ്മ പാവയോട് അമ്മയോടൊന്നും പറയില്ല. ഞാൻ വീട്ടിൽ താമസിച്ചിട്ടുള്ള അമ്മയൊന്നും പറയില്ല. അമ്മ നാട്ടിലാണ് അങ്ങനെ കുഴപ്പമില്ല, നമ്മുടെ അടുത്തുണ്ടല്ലോ. പക്ഷെ ഇവിടെ ആകുമ്പോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനാണ് അവർക്ക് കൂടുതലും. അതിപ്പോ ഒരു ദിവസം വിളിക്കാണ്ടിരുന്നാലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയോ ചെയ്യണേ. അത് പറഞ്ഞാൽ അവർക്ക് ഹാപ്പിയാണ്. ഇപ്പൊ നമ്മള് 2 സ്ഥലത്താണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവരാരെ വിളിക്കണം എന്നൊക്കെയുള്ള ടെൻഷനാണ് അവർക്ക് കൂടുതൽ. ഫാമിലിയുടെ കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ പപ്പയായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പം പപ്പേനെ പക്ഷേ എനിക്ക് ഒത്തിരി പേര് ലൈക്ക് എന്നെ പോലെ കുറച്ച് പേര് ലൈക്ക് എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ അറിയില്ല. ലൈക്ക് എനിക്ക് ഫോണിൽ കൂടെ പപ്പയോട് ലൈക്ക് ഞാൻ പപ്പേനെ വിളിക്കുമ്പോൾ കൂടെ ഇരിക്കുന്നവർ കാണാൻ തോന്നുന്നു നിങ്ങൾ എത്ര സംസാരിക്കുള്ളൂ. പക്ഷേ പപ്പയായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ആൻഡ്രൂൻ്റെ കേസിനേക്കാൾ ഡിഫറൻറ്റ് എനിക്ക് തോന്നിയുള്ള കാര്യം കുറേ പേർക്കൊക്കെ അതും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ലൈക്ക് എനിക്ക് ഫോണിൽ കൂടെ നേരിട്ട് പോയി സംസാരിക്കാൻ എനിക്ക് ഓക്കെയാണ്. ഈ ഈസ്റ്റേണിൻ്റെ ഒരു പഴയ പരസ്യമുണ്ട്, ചില ബന്ധങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ള പരസ്യം. ആ ഒരു അവസ്ഥയാണ് എൻ്റെയൊക്കെ പേഴ്സണൽ കാര്യത്തിലുള്ളത്. ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചേട്ടനെ എൻ്റെ പപ്പേനെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പം ഡെയിലി കോൾസോ കാര്യങ്ങളൊന്നും നടക്കാറില്ല. അത് എല്ലാവരുടെയും കേസിലായിരിക്കും തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൻഡ്രൂവും ഗ്യാവനുമാണ് ഏറ്റവും അടുത്താണ്. ഇവർ ഗ്യാവൻ്റെയൊക്കെ അമ്മ വിളിച്ചിട്ട് വഴക്കുറ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, ഓഹോ ഇങ്ങനെയും സംസാരിക്കാമെന്ന് ഓർക്കാറുണ്ട്.
അപ്പോൾ നമ്മളിപ്പം എനിക്കൊന്ന് ഇത്ര നേരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UK വന്നിട്ട് എന്തൊക്കെ സ്ട്രഗിൾസ് ചെയ്തെന്നുള്ളതാണ്. ഈ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള ഹാപ്പിനെസ്, എന്തൊക്കെയാണ് സന്തോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? എനിക്ക് UK വന്നിട്ട് മെയിനായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രാജുവേഷന് വീട്ടുകാരെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഞാനിവിടെ വന്നില്ലായിരുന്നു, എനിക്ക് UK കൊണ്ടുവന്ന് അവരെ കാട്ടാൻ പറ്റില്ലായിരുന്നു. UK അവരെ മൊത്തം ഒരു 10 days ഞാൻ അവരെ കൊണ്ടുപോയി കാട്ടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ UK വന്നിട്ട് എന്ത് ഇതെന്ന് വെച്ചാൽ ലൈക്ക് സ്വന്തം ബേസിക്കലി നമ്മളെല്ലാവരും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫ് ബെറ്റർ ആക്കുന്നതാണ്. ആ കാലിലേക്ക് അവൻ ആ കാലിൽ ഇപ്പം ഓൾറെഡി സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്കതിപ്പം പറ്റിയിട്ടില്ല. എനിക്ക് പപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അമ്മ ഇവിടെ വന്നാലും പപ്പനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, പപ്പനെല്ലാം കാണിക്കാനുള്ള എനിക്ക് പറ്റില്ല. അപ്പം ആ ഒരു കാലം ഞങ്ങൾ അല്ലാണ്ട് ഗ്യാമൻ ഇല്ലാത്ത സംസാരിക്കാൻ പറയാണ്ട് ആ ഒരു കാലം ഗ്യാമിൻ്റെ കാലം ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. ലൈക്ക് അസൂയയുടെ കാണുന്ന കാര്യമാണ് അത്. എനിക്ക് ഒന്നാമത്തെ കാര്യം പാരൻസ് പ്രൗഡാണ്. നമ്മളിവിടെ ആണ് UK പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാര്യം അല്ലാണ്ട് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മൾ എല്ലാവരും കൂടെ ലോഡ്സിൽ പോയി ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഭയങ്കര അഡിക്ഷനിൽ വളർന്ന ഒരു ചൈൽഡ്ഹുഡ്. പപ്പയും ഞാനും കൂടെ വഴക്കുണ്ടാക്കും. അപ്പോൾ അതായത് കുഞ്ഞുനാളെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകുമ്പം ക്രിക്കറ്റ് അന്നത്തെ ODI അല്ല ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പം പഴയ DD സ്പോർട്സിൽ 4th umpire എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരു ഗൗതം എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങളുടെ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ടോസും കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ നമ്മൾ വണ്ടി വരും, സ്കൂളിൽ പോകണം. സ്കൂളിൽ പോവും. അപ്പം ഇന്ത്യനായിരിക്കും, ഞാൻ കട്ട ധോണി ഫാനാണ്. അപ്പോൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യണം. പപ്പ ചുമ്മാ ലൈക്ക് പപ്പയും ഇന്ത്യ ഫാനാണ്, പപ്പയും എനിക്ക് ഇന്ത്യ ജയിക്കണം ആകെ. എന്നാലും പപ്പ എന്നെ വാശി കയറ്റാൻ വേണ്ടി ഞാൻ കൊച്ചാന്ന് എന്നെ വാശി കയറ്റാൻ വേണ്ടി പപ്പ ഓപ്പോസിറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് രാവിലെ പോകുമ്പോൾ തന്നെ വൈകുന്നേരം കരഞ്ഞുകൊണ്ട് കരയാനുള്ളതെന്ന് പറഞ്ഞ് കളിയാക്കി വിടും. ലൈക്ക് ഇന്ത്യ തോക്കും കളിയാക്കി വിടും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ റോഡ്സ് അന്നൊക്കെ എന്ന് വെച്ചാൽ റോഡ്സിലെ TVകളിലെല്ലാം ക്രിക്കറ്റ് മാച്ച് ആയിരിക്കും. അന്ന് ക്രിക്കറ്റ് മാച്ച് ഉള്ള ദിവസമാണല്ലോ. ഇന്നിപ്പം ഫോണിലുണ്ട്, എല്ലാവരുടെയും ഫോണുണ്ട്, TV ഉണ്ട്, ക്രിക്കറ്റ് മാച്ച് അത്രയും ഇതിലാവുന്നു. അപ്പോൾ റോഡ്സിലെ TVകളിൽ ക്രിക്കറ്റ് മാച്ച് ആയിരിക്കും. ആൾക്കാർ അതിൻ്റെ മുന്നിൽ തിരക്കുടിച്ചിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ തിരിച്ച് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വണ്ടിയിൽ ഇങ്ങനെ TV ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും ആരാ ബാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മിന്നായം പോലെ കാണാൻ പറ്റും, എത്ര വിക്കറ്റ് പോകുന്നതൊന്ന് കാണാൻ പറ്റും. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് പപ്പയും ഞാനും കൂടെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കണ്ട് ഫൈനൽ ലൈക്ക് ആ ഒരു ഫൈനൽ മൊമെന്റ്സ് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ്. അവിടെ നിന്ന് ക്രിക്കറ്റിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലോഡ്സിൽ പോയി കളി കാണുക, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് കാണുക എന്നുള്ളത് ഇംഗ്ലണ്ടിൽ ഇതുവരെ ഞാനത് അന്ന് കൂടിയിരുന്നല്ല നമ്മളെല്ലാവരും ഞാൻ പറയുന്നത്, എനിക്കത് ഭയങ്കര സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആക്സിഡൻ്റലി എടുത്ത ടിക്കറ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് ലൈക്ക് പണ്ട് ആ സ്വപ്നം കണ്ട് പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. ആ ഹോം ഗ്രൗണ്ടിൽ അവിടെ ഇരുന്ന ടെസ്റ്റ് മാച്ച് കണ്ട് ഇന്ത്യ തോറ്റുപോയി. അത് വിഷമമായി, നല്ല വിഷമമായി. ഞാൻ ഇടയ്ക്ക് അരിഞ്ഞുണ്ടെങ്കിൽ എടുത്ത് പറയുന്നത് സീരിയസ് ആവില്ല. പക്ഷേ ഇന്ത്യ തോറ്റുപോയി. അന്നും ഇന്നും പപ്പ പറയുന്നത് ലൈക്ക് ഇന്ത്യ തോക്കുമ്പോൾ ഒരു വിഷമമാണ്. ഇന്ത്യ തോക്കുമ്പോൾ ഒരു വിഷമവും ഉള്ളിലാണെങ്കിലും ഞാൻ കരയാറുണ്ട് എപ്പോഴും. അതും അടുത്തെത്തിയിട്ട് ജഡേജ അത്രയും ഫൈറ്റ് ചെയ്തിട്ട് തോറ്റുപോയതിൻ്റെ വിഷമമാണ്. ആ ഒരു ഹോം ഗ്രൗണ്ടിൽ ലൈവായിട്ട് ആ ഒരു മൊമെന്റ് കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര UK വന്നിട്ട് എൻ്റെ ഏറ്റവും ഇതുവരെയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് അതായിരുന്നു. ആൻഡ് ഈവൻ അന്ന് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവിടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് ക്രിക്കറ്റ് നോളജ് ഭയങ്കരമുള്ളതാണ്. ഈ MCC എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും, മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ്ബ്, ലോഡ്സിൻ്റെ ക്രിക്കറ്റ് ക്ലബ്ബാണ്. 26 വർഷം കണ്ട ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനുള്ള വെയിറ്റിംഗ് ലിസ്റ്റ്. നോൺ പ്ലേയിങ് മെമ്പർ ആയിട്ടാണെങ്കിൽ അല്ലാണ്ട് അതിന് മുന്നേ കയറാം. എന്നിട്ട് അവരുടെ മെമ്പേഴ്സ് ഒരു സ്പെഷ്യൽ ടൈ ഇടും, ഒരു യെല്ലോ ഓറഞ്ച് ടൈ ഇടും. ആ ടൈ ഇട്ടവരാണ് മെമ്പേഴ്സ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ബ്രേക്കിന് ഇറങ്ങി, ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയപ്പോൾ ഒരു ഇംഗ്ലീഷ് ചേട്ടൻ ഒരു ഇംഗ്ലീഷ് എനിവേ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ തോന്നുന്നില്ല, പുള്ളി ക്രിക്കറ്റ് എന്നോട് ഡിസ്കസ് ചെയ്യുക. അതായത് 25 വയസ്സുള്ള എന്നോട് 60 വയസ്സുള്ള ചേട്ടനാണ് ഡിസ്കസ് ചെയ്യുന്നത്, 60 വയസ്സ് തോന്നിയ ഒരു ചേട്ടനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത്രയും അവർ ക്രിക്കറ്റിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, ക്രിക്കറ്റ് ആൾക്കാരെ വാല്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. UK വന്നതുകൊണ്ട് മാത്രം കിട്ടിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ക്രിക്കറ്റിന്റെ ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി കുറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റി. പിന്നെ അതാണ് കുറെ സേവ് ചെയ്യാൻ പറ്റി. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇത്രയും ട്രിപ്പ് ഒന്നും പോരില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിസ വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ കൺട്രീസ് ട്രിപ്പ് പോവാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പല കൺട്രീസ് പോകണം. നമ്മളൊക്കെ കൂടുതൽ ട്രിപ്പ് പോയിരുന്ന ആൻഡ്രോ കൂടുതൽ കൺട്രി നടക്കണം. ആൻഡ്രോ സെർബിയ പോയില്ല, ഞങ്ങളെ കൂട്ടാണ്. നമുക്ക് പോവാൻ പറ്റും, അതൊരു ഇതാ. ഇവിടുത്തെ വിസ വെച്ച് നമുക്ക് പല കൺട്രീസും പോകാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച ടോപ്പിക് എനിക്ക് തോന്നുന്നില്ല, ചായക്കട ഇവിടെ ഇല്ല, പക്ഷെ ഇപ്പൊ ചായക്കട നമുക്കുണ്ടോ, അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. സ്റ്റുഡൻസ് തന്നെ കൂടുതൽ ബിസിനസ് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാണ്ട്. ഹോട്ടൽസ് ആണ് നാട്ടിലെ അത്ര ആംബിയൻസ് അതെന്തായാലും കിട്ടില്ലല്ലോ, അത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അത്യാവശ്യം ഇപ്പം നാട്ടിലെ ഫുഡുകളെല്ലാം ഇപ്പം കടകളിൽ ഫ്രോസൺ ആയിട്ട് കിട്ടുന്നുണ്ട്.
അത് ഇപ്പം എന്നാലും നമുക്ക് കടയിൽ അത്യാവശ്യം ആദ്യമൊക്കെ വന്നവരൊക്കെ ഇവിടെ കടയുണ്ടായില്ല. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം മലയാളി സ്റ്റോർസ് ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. UK ഭയങ്കരമായിട്ട് മാറി തുടങ്ങി. ഈ ഇതിലിപ്പം ആനന്ദ് പറഞ്ഞൊരു കാര്യം, ബിസിനസ് ഒരുപാട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ഈവൻ ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 2-3 ദിവസം ഡിസ്കസ് ചെയ്തു. ഇത് ഡിസ്കസ് ചെയ്ത് എക്സിക്യൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സാധനം വരാനോ തുടങ്ങി. നമ്മൾ വിചാരിക്കും ഇതാരും ഇവിടെ തുടങ്ങിയിട്ടില്ല, ഈ ഏരിയയിൽ വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് എക്സിക്യൂഷനിലേക്ക് എത്താൻ നമ്മൾ ഇത് ഓൾറെഡി ആൾക്കാർ തുടങ്ങി. അത് വിചാരിച്ച് തുടങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മൾ തുടങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങളാണ്. ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവാണ്. UK ആൾക്കാർ ഒന്നാൾക്ക് ബോധം വെച്ചു 37 പോയി അല്ലെങ്കിൽ എത്ര അവർ ഫുൾ ടൈം പണിയെടുത്തുകൊണ്ട് മാത്രം ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധം പലർക്കും വന്നു തുടങ്ങി. എന്തെങ്കിലും ഒരു സൈഡ് ഇൻകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് വെഞ്ചർ മടുക്കൂല നമ്മൾ ഈ സെയിം പണി തന്നെ എപ്പോഴും എടുത്ത് അതിനിടയ്ക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ്. ഇപ്പോൾ പലർക്കും ഐഡിയ ഉണ്ട്. ഈ വിസയുടെ റെസ്ട്രിക്ഷൻസ് കാരണമാണ് ബാക്കിയുള്ളവർക്ക് തുടങ്ങാൻ പറ്റാത്തെന്ന് എനിക്ക് തോന്നുന്നത്. ഐഡിയ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ബട്ട് കുറേ പേര് ഇപ്പോൾ അതിന് ഈ ബിസിനസ് ഇതിൽ എനിക്ക് ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നേരത്തെ സംസാരിച്ചവരാണ് ലൈക്ക് ബിസിനസ് തുടങ്ങുന്നത് പലർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും. നമ്മളൊരു ചായയുടെ പുറത്ത് ഈ ലോകത്ത് തുടങ്ങാത്ത ബിസിനസ്സുകളില്ല. ചായയുടെ കോൺവെർസേഷൻ അത് തീരുമാനം ചെയ്യും. എന്തുകൊണ്ടാണ് അത് തീരുന്നത്? പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. എക്സിക്യൂഷനിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പം നമ്മൾ ഈ ഒരു ഐഡിയ ആണെങ്കിലും ഒരു 3-4 മാസം എടുത്തിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പേടി നമ്മൾ ഓൾറെഡി 37 നമ്മൾ ആ വിസയിലാണ് നിൽക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ ടൈം കിട്ടുന്ന ടൈമിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് നമുക്ക് കോൺട്രാക്റ്റഡ് അവേഴ്സ് ആണ്. ഇപ്പോൾ 37.5 എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ എന്തായാലും പോകണം. അപ്പോൾ ബാക്കി കിട്ടുന്ന ടൈമിൽ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യണം, മണി ഇൻവെസ്റ്റ് ചെയ്യണം. അത്ര റിസ്ക് പേടിയാണ്. റിസ്ക് എടുക്കാനുള്ളൊരു പേടി തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇത് കാണും, മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും, അങ്ങനെ ഉണ്ട്. പിന്നെ ബിസിനസ് തുടങ്ങിയാൽ ഇത് സക്സീഡ് ആയില്ലെങ്കിൽ എന്താവും? പിന്നെ നമ്മളെല്ലാം ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പിലാണ് തുടങ്ങാനിരിക്കുന്നത്. നമ്മളെല്ലാം ഓരോ വിസയിലാണ്. ഇപ്പോൾ റൂൾസ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ വിസ പോകും. അപ്പം നമ്മുടെ അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പാർട്ണർഷിപ്പ് തുടങ്ങാൻ നീ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വിസ മാറിക്കഴിഞ്ഞ റൂൾ മാറി പോകേണ്ട വന്നു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ. പക്ഷേ എൻ്റെ കേസിൽ ഡിഫറൻറ്റാണ്. അത് ലൈക്ക് ഈ ഒരു ഇതൊക്കെ ഓക്കെ ആണല്ലോ. എൻ്റെ കേസ് എന്ന് വെച്ചാൽ പ്ലാൻ ടു എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളാണ്. എനിക്കൊരു കാര്യം തുടങ്ങണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 50 പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ. അത് ലൈക്ക് നല്ലതെന്ന് പറഞ്ഞോടെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇരിക്കേണ്ട അവസ്ഥ. ഇനി ഇരുന്നില്ലെങ്കിൽ അവന് വിഷമമായില്ല. സോറി, ഇടയ്ക്കൊരു ടെക്നിക്കൽ ഫോൾട്ട് വന്നു, അതുകൊണ്ടാണ് കട്ടായി പോയത്. അപ്പം ഇന്നത്തെ അൺമ്യൂട്ടഡ് ലൈഫ് ഇവിടെ തീരുവാണ്. ഞങ്ങളുടെയൊക്കെ അൺമ്യൂട്ടഡ് ആയ ജീവിതങ്ങൾ ഇനിയും തുടരും. ഇനിയും ഇതേ ആൾക്കാരും കുറേ പുതിയ ആൾക്കാരും ഒക്കെ വരുന്ന എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവരെ സന്ധിക്കും. വണക്കം. ബൈ ഗൈസ്.